നിൽക്കും പുഞ്ചിരിച്ചു പൊൻചന്ദ്രനെ പാടി ഈശോ സ്വർഗം ഭൂമിൽ വന്നു ഇന്ന് സാഘോഷമായി മണ്ണിലും വിണ്ണിലും തുള്ളട തുള്ളട ചാഞ്ചാട്ടം ചാഞ്ചാട്ടം തന്നണം തന്നണം ഉള്ളിലും താഴ്വര നിറം ചാത്തി നിന്നു മാലാഖമാർ പാടി ശ്രുതി മൃദുഗാനം പാട്ടിടയർ കേട്ടു ആഗാന സകലം ആനന്ദഗാന മധുരാമൃതം പാടി എന്നും കേട്ടു പാടി സ്വർഗം ഭൂമിൽ വന്നു എന്ന് വേദന താഴ്വര കുളിച്ചോടി നിന്നു താരകവെട്ടത്തിൽ ശിശുവെ നോക്കി മരുത്ത ശീതള പാതിരാ നേരത്ത് ഉദയ്ക്കാൻ മുതപ്പില്ല ശിശുവെ കണ്ടു ഞാനും കൂടെ പോരാ
സന്തോഷിച്ചാർക്കാം. ക്രിസ്മസ് രാവ് വന്നല്ലോ, ക്രിസ്മസ് രാവ് വന്നല്ലോ, ക്രിസ്മസ് രാവ് വന്നല്ലോ. പൊൻപൈകൾ ജാതരായി, പൊൻപൈകൾ ജാതരായി, മാലാഖമാരും ഇടയന്മാരും പാടുന്നു ഗ്ലോറിയ. മെരി 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 ക്രിസ്മസ്. മെരി 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 ക്രിസ്മസ്. മെരി 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 ക്രിസ്മസ്. മെരി 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 ക്രിസ്മസ്. ലോകമെമ്പാടും സന്തോഷിച്ചാർക്കാം. ക്രിസ്മസ് രാവ് വന്നല്ലോ, ക്രിസ്മസ് രാവ് വന്നല്ലോ, ക്രിസ്മസ് രാവ് വന്നല്ലോ. യഹൂദിയായിലെ ബേത്ലഹേമിൽ നമുക്കായി ഉണ്ണി പിറന്നല്ലോ. 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 മേഘസുതനായ പൊന്നീശോ പുഞ്ചിരി തൂകിയ രാത്രി. മേഘസുതനായ പൊന്നീശോ പുഞ്ചിരി തൂകിയ രാത്രി. മെരി 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 ക്രിസ്മസ്. മെരി 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 ക്രിസ്മസ്. മെരി 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 ക്രിസ്മസ്. മെരി 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 ക്രിസ്മസ്. ലോകമെമ്പാടും സന്തോഷിച്ചാർക്കാം. ക്രിസ്മസ് രാവ് വന്നല്ലോ, ക്രിസ്മസ് രാവ് വന്നല്ലോ, ക്രിസ്മസ് രാവ് വന്നല്ലോ. കിഴക്കുതിച്ച താരകൾ കണ്ട് വിദ്വാൻമാർ വന്നല്ലോ.
അത് വാൽനക്ഷത്രം മണ്ണിലും വിണ്ണിലും തുള്ളണ തുള്ളണ ചാഞ്ചാട്ടം ചാഞ്ചാട്ടം തന്നല നട്ടണ ഉള്ളിന് ഉള്ളിൽ തുള്ളിക്കളിക്കണ തെയ്യാട്ടം ആ തെയ്യാട്ടം.
ചിലച്ചതേ. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നേ, ഉണ്ണി കരഞ്ഞേ, പുന്നാരം ചൊല്ലി ചൊല്ലി എന്നരികിൽ വാ. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നേ, ഉണ്ണി കരഞ്ഞേ, പുന്നാരം ചൊല്ലി ചൊല്ലി എന്നരികിൽ വാ. നീ വാ വാ വാ. വെട്ടം കിഴക്കുതിച്ചതേ, മെല്ലെ ചുട്ടി കിളി ചിലച്ചതേ. ക്രിസ്മസിൻ്റെ ചരിത്രം സംഭവം നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളിലാണ്. അവിടെ ദൂതൻ വെളിമ്പ്രദേശത്ത് ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് ഈ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സന്തോഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ BC 400 ശേഷം അവർക്ക് ഇങ്ങോട്ട് പ്രവചനങ്ങളില്ല, വാഗ്ദാനങ്ങളില്ല. അങ്ങനെ രാജ്യം തകർക്കപ്പെട്ട ദുഃഖത്തിലായിരുന്ന ഒരു ജനത. ആ ജനതയ്ക്ക് ആദ്യമായി ലഭിക്കുന്ന ഒരു മനോഹരമായ സദ്വാർത്തയാണ് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം ലഭിക്കുന്നു എന്നുള്ളത്. ആ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു രക്ഷകൻ പിറക്കുന്നു എന്നതാണ്. അത് ബെത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശുവാണ് എന്ന് വേദപുസ്തകം കൃത്യമായിട്ടും അടയാളപ്പെടുത്തുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയത്. നമ്മുടെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ അവൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകി. അത് ആ കാലഘട്ടം വരെ ഒരു ജനതയുടെ മാത്രം സ്വന്തമായിരുന്ന, യഹൂദന്മാരുടെ മാത്രം സ്വന്തമായിരുന്ന ഇടത്തു നിന്ന് ഇപ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം, അതാണ് രക്ഷ എന്നതാണ്. രക്ഷ എന്നതിന് നമ്മൾ വായിക്കുമ്പോൾ അതൊരു ആത്മീകമായ തലം എന്ന് മാത്രം നമ്മൾ വായിക്കാൻ പാടില്ല. അതിന് കുറച്ചുകൂടെ അപ്പുറമായ ഒരു തലത്തിൽ നമ്മളത് വായിക്കണം. രക്ഷ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആത്മീകമായി ഉള്ളതാണ് എങ്കിൽ പോലും. അതുകൊണ്ടാണ് ഈ സന്ദേശം ആദ്യമായിട്ട് വെളിമ്പ്രദേശത്ത് ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് നൽകിയത് എന്ന് നമ്മൾ ഓർക്കണം. ആരാണ് ആട്ടിടയന്മാർ? ആ കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത, ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ, രാത്രിയും പകലും തുടങ്ങി 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു ജനത. എന്നിട്ടും കഷ്ടപ്പാടും ദുരിതവും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ജനത, സമൂഹത്തിലൊരു പ്രാധാന്യമില്ലായിരുന്ന ദരിദ്ര ജനത. അവരോടാണ് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ രക്ഷാ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ ജനതയ്ക്കും, ലോകത്തുള്ള എല്ലാ ജനതയ്ക്കും ഉള്ളതാണ് എന്നതാണ്. ദരിദ്രരും പീഡിതരും അഗതികളും നിന്ദിതരുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ബൈബിളിൻ്റെ മുഖ്യമായ ആശയം ഉടനീളം കടന്നു പോകുന്നത് ഈ ദരിദ്രരെ സംരക്ഷിക്കുന്ന, ദുരിതത്തിലായിരിക്കുന്നവരെ വീണ്ടെടുക്കുന്ന, പാവപ്പെട്ടവന് ചേർത്ത് പിടിക്കുന്നതാണ്. ഒരുപക്ഷെ ബൈബിളിൻ്റെ അവസാന ഭാഗം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് കാണുക? ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു. ഇങ്ങനെ രോഗിയും നഗ്നനും അതിഥിയുമൊക്കെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടോ എന്നുള്ളതാണ്. സമൂഹത്തിൽ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് രോഗിയായും നഗ്നനായും ദരിദ്രനായും ഒക്കെ കഴിയുന്നവരോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എന്നതാണ് ബൈബിളിൻ്റെ ചോദ്യം. ദൈവം മനുഷ്യനായി അവതരിച്ചത് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്നവനെ കരം പിടിക്കുക, സന്തോഷത്തിലേക്ക്, സ്വർഗീയ സന്തോഷത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ പങ്കാളികളായി ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് ഈ സദ്വാർത്ത നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണിത് നൽകാൻ കഴിയുക? ഒറ്റ വാക്കിൽ തന്നെ പറയാം, അതിന് മാനസാന്തരം എന്ന് പറയും. ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ ഒരു മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടാകുക? അതിന് നല്ലൊരു ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് സക്കായിയെ നമ്മൾ വായിക്കുന്നു. സക്കായി ഇങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത്, അനധികൃതമായി സ്വരുക്കൂട്ടിയത് ഒക്കെ ഇങ്ങനെ മാനസാന്തരപ്പെട്ട് ദരിദ്രന് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ധൂർത്തിൻ്റെ കാലഘട്ടത്തിലൂടെ ക്രിസ്മസ് കടന്നു പോകുമ്പോൾ ഓർക്കണം, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ, ഉടുതുണയ്ക്ക് മറുതുണയില്ലാതെ ദാരിദ്ര്യത്തിലായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ക്രിസ്തുമസ് അർത്ഥവത്താകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ, ദരിദ്രനായിരുന്നവനെ രക്ഷിക്കുവാനാണ്. ആത്മീകമായും ഭൗതികമായ തലത്തിലും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ക്രിസ്തുമസ് ഇങ്ങനെ നാം ആഘോഷിക്കുമ്പോൾ നാം ദൈവപുത്രന്മാരാകാനുള്ള ഒരു ക്ഷണം കൂടിയാണത്. ദൈവം മനുഷ്യനായി വന്നു, നാം ദൈവപുത്രരായി ഉയർത്തപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ ഉയർത്തപ്പെടുമ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത്, നമ്മുടെ സന്ദേശങ്ങൾ അർത്ഥവത്താകുന്നത്. അത്തരത്തിൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷയ്ക്കായി കടന്നു വന്നുവെങ്കിൽ നാം ദൈവപുത്രന്മാരായി നമ്മുടെ സഹജീവികളുടെ രക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനും ആഘോഷിക്കാനും ഈ ക്രിസ്മസ് നമുക്ക് സഹായകമാണ്. ഈ ക്രിസ്മസ് മാത്രമല്ല, ജീവിതത്തിലുടനീളം ഈ സന്ദേശവും ക്രിസ്തുവിൻ്റെ ഈ ദൗത്യവും കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ ക്രിസ്തു ദൗത്യത്തിൻ്റെ വാസ്തവത്തിലുള്ള ദൈവപുത്ര അനുഭവത്തിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഏവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞ ഒരു ക്രിസ്മസും പുതിയ വർഷവും ആശംസിക്കുന്നു. നന്ദി. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വളരെ സന്തോഷമുള്ള ഒരു ക്രിസ്മസ് ആശംസിച്ചു കൊള്ളുന്നു. ക്രിസ്തുമസിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് സകല ജനങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന നിലയിലാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം വളരെ സന്തോഷം നിറഞ്ഞത് ആണെന്ന് നമുക്ക്
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് കേവല സന്തോഷമല്ല, മഹാസന്തോഷമാണ്. എന്തുകൊണ്ടാണ് അത് മഹാസന്തോഷം എന്ന് പറയാനായിട്ട് കാരണമാകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സകല മനുഷ്യർക്കും രക്ഷ സമ്മാനിക്കുന്നതാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് രക്ഷയുടെ ആവശ്യമുണ്ട്. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്. ആദമിൻ്റെ സന്തതികളായി പാപികളായി ജനിച്ച് ജീവിക്കുന്നവർ നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആ നരകത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ തിരുപ്പിറവി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തിലൂടെ മനുഷ്യർക്കുണ്ടായത് മനുഷ്യൻ്റെ നിത്യമായ നരകശിക്ഷ ഒഴിവാക്കുകയാണ്. കാരണം യേശുക്രിസ്തു ലോകത്തിൽ പിറക്കുക മാത്രമല്ല, മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് സകല മാനവർക്കും രക്ഷ ഒരുക്കുവാനിടയായി. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരും മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരുകയാണ്. നമ്മെ സംബന്ധിച്ച് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമായി നാം ഓർക്കേണ്ടത് യേശുവിൻ്റെ ജനനത്തെയും അത് മുഖാന്തരം മനുഷ്യരാശിക്ക് കൈവന്നിരിക്കുന്ന നേട്ടത്തെയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നമുക്ക് പാപക്ഷമ ഒരുക്കുക എന്നുള്ളതാണ്. ക്രിസ്മസ് ദിനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർക്കുന്നതിനോടൊപ്പം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിലൂടെയുള്ള പാപക്ഷമയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ മഹാസന്തോഷം തന്നെ അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നു. ആ നിലയിൽ ഏവർക്കും ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തിൻ്റെ വലിയ രക്ഷ മഹാസന്തോഷമായി കൈക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇടയായിത്തീരട്ടെ. അതിനായിട്ട് ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.